തീപിടിച്ചവരിലേക്ക് അവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. രാഷ്ട്രീയത്തിൽ ഉന്നത നിലകളിലൊക്കെ എത്താൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നിട്ടും അതെല്ലാം ഉപേക്ഷിച്ച് സുവിശേഷത്തിന് വേണ്ടി ജീവിതം കൊടുത്ത ഒരു മനുഷ്യൻ്റെ കഥ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടു. ബ്രദർ ജോർജ് ചെറുപറമ്പിൽ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളുടെ രണ്ടാം ഭാഗം നമ്മൾ ഇന്ന് കേൾക്കുകയാണ്. ബ്രദറെ സ്വാഗതം. ഈ രാഷ്ട്രീയമൊക്കെ ഉപേക്ഷിച്ച് പരിപൂർണമായിട്ട് അതെല്ലാം വിട്ട് സുവിശേഷ വേലയിലേക്ക് ജീവിതം കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പം ആ തുടക്ക സമയത്തെക്കുറിച്ച് എങ്ങനെയാണ് ആ കാലഘട്ടങ്ങളിലൊക്കെ ദൈവം നടത്തിയത്? കാരണം ഈ സുവിശേഷ വേല അങ്ങനെ പരിചയമുള്ള ഒരു മേഖലയൊന്നും ആയിരുന്നില്ലല്ലോ. അപ്പം എങ്ങനെയായിരുന്നു ആ തുടക്കമൊക്കെ? 1991 പനക്കലച്ചൻ എന്നെ ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു കൗൺസിലിങ്ങിന് ഇരിക്കാനായിട്ട് പറഞ്ഞു. അല്ല, ഡിവൈൻ ധ്യാനം. ഇപ്പം ധാരാളം ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ധ്യാനിക്കുന്ന ആ ഒരു കാലഘട്ടമായിരുന്നല്ലോ അന്ന്. ആദ്യം കൗൺസിലിങ്ങിന് ഒക്കെ അവിടെ ഇരുന്നു. അതിനുശേഷം പിന്നീട് വചനപ്രഘോഷണ മേഖലയിൽ അവിടെ ഈ ഡിവൈനിലെ ധാരാളം ടീമുകളുണ്ടായിരുന്നല്ലോ. ധാരാളം ധ്യാന ടീമുകളുണ്ട്. അതുകൂടുതൽ ഞാനും പങ്കാളിയായി. അച്ഛൻ നിയോഗിച്ചവന് പല സ്ഥലങ്ങളിൽ അച്ഛൻ വിടും, അവിടെ നിന്ന് പറഞ്ഞയച്ചും. അപ്പം അങ്ങനെ പോയി വചനപ്രഘോഷണ മേഖലയിൽ ധ്യാനങ്ങൾ, 5 ദിവസ ധ്യാനങ്ങൾ, ഇടവക ധ്യാനങ്ങളൊക്കെ നടത്താനായിട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒക്കെ പോകാൻ ഇട വന്നു. കാലഘട്ടം മാറുന്നതനുസരിച്ച്, നടന്നു നീങ്ങുന്നതനുസരിച്ച് നമ്മൾ ശുശ്രൂഷയിൽ തന്നെ പിന്മാറാൻ വന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ ഈ 91 പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്ന് 91 വിവാഹിതനല്ല. ഞാൻ 94 മെയ് 1 വിവാഹിതനായത്. അത് ആദ്യ കാലഘട്ടം ഡിവൈന് വേണ്ടി ഒരുപാട് ധ്യാനം ആരംഭിക്കുന്ന സമയം മുതൽ തീരുന്നവരെയുള്ള സമയങ്ങളിലൊക്കെ അവിടെ ക്യാമ്പ് ചെയ്ത് ശുശ്രൂഷകളിൽ പങ്കാളിയാകാറുണ്ട്. പിന്നീട് ഒരുപാട് ദേശങ്ങൾ, പല സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് വരുമ്പോൾ അവിടെ പോയി ശുശ്രൂഷ നടത്തും, തിരിച്ചു വരും. 91 മുതൽ നമ്മൾ ഡിവൈനുമായിട്ടുള്ള ബന്ധത്തിൽ ശുശ്രൂഷകൾ ആരംഭിച്ചു. 94 വിവാഹം നടക്കുന്നത്. അതെ. അപ്പോൾ ഈ വിവാഹാലോചനകളൊക്കെ വന്നപ്പോൾ ഒരു ശുശ്രൂഷകനാണ് എന്ന് പറയുന്നത് ഒരു പ്രശ്നം വല്ലതും ആയോ? എന്നെ സംബന്ധിച്ചൊന്നും ആയില്ല കേട്ടോ. കർത്താവ് കരുതി വച്ചിരുന്ന ഒരാളെ തന്നെയാണ് എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റിയത്. അത് ഇന്നും ഇപ്പോഴും ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിവാഹത്തിന് ശേഷം തന്നെ എവിടെയൊക്കെ ശുശ്രൂഷയ്ക്ക് പോകുന്നുണ്ടോ അവിടെയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് പോരുന്നത്. കല്യാണം ആലോചിച്ച പെൺകുട്ടിക്കും വീട്ടുകാർക്കും പ്രശ്നമില്ലായിരുന്നു. ശുശ്രൂഷകനാണ് എന്നുള്ള കാര്യത്തിൽ പ്രശ്നം അവർക്ക് ഏറെ സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ. എന്നെ രാഷ്ട്രീയക്കാരനാണെങ്കിൽ 10 കാശുണ്ടാക്കാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്. ഇതാകുമ്പോൾ അതിനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പെണ്ണെ തരാനായിട്ട്, ഒരു ശുശ്രൂഷകന് കൊടുക്കാനായിട്ട് വീട്ടുകാരത്ര, ഞാനിപ്പോൾ കരുതുന്നു ദൈവം കരുതി വെച്ചിരുന്നതായിരുന്നു എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. നമ്മുടെ കൈ വന്നു കേട്ടതാ. ദൈവം കരുതി വെച്ചിരുന്നു എന്നുള്ളത് ബ്രദർ പറഞ്ഞ കാര്യത്തിൽ ചിലപ്പോഴൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ആയിരുന്നില്ല. ശുശ്രൂഷകനായിരുന്നുകൊണ്ട് അവർക്ക് വേറെ വിഷമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെയാണ് എൻ്റെ ശുശ്രൂഷ മുന്നോട്ട് പോയത്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ടൊക്കെ തുടങ്ങുവാണെങ്കിൽ നല്ല സപ്പോർട്ടുണ്ട്. നീ പ്രാർത്ഥിക്കും, നന്നായിട്ട് മധ്യസ്ഥം പ്രാർത്ഥിക്കും. അപ്പോൾ ആ സമയത്ത് എൻ്റെ അമ്മയും കൂടി ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയും അപ്പനും ഒക്കെ എൻ്റെ കൂടെയാണ് ആയിരുന്നു. ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ച കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ്, അമ്മ നല്ലൊരു മാതൃഭക്തിയാണ്. ജപമാല എപ്പോഴും കൈ നോക്കില്ല, എങ്ങനെ ഇരിക്കും. ഭക്ഷണം കഴിക്കുന്ന സമയത്തും എങ്ങനെ കൈ വയ്ക്കും. ഏതെങ്കിലുമൊക്കെ വിഷമം ഉണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ കുടുംബത്തിൽ ഏതെങ്കിലും വിഷമോ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമോ, ഇത് കഴിഞ്ഞാൽ അമ്മ ജപമാല എലിക്കും മോനെ എന്ന് പറഞ്ഞു പഠിപ്പിക്കും. അതിലുപരിയായിട്ട് എൻ്റെ അമ്മ ലോകമടച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടത്തും. 86 വയസ്സിൽ എൻ്റെ അമ്മ മരിക്കുന്നത്. വലിയ അസുഖങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് മരിക്കുകയത്. കൂതാശകളൊക്കെ സ്വീകരിച്ച് നല്ല ചൈതന്യത്തിലൂടെയാണ് മരിച്ചത്. അപ്പോൾ അമ്മ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ അമ്മ എല്ലാവർക്കും വേണ്ടി, അച്ഛന്മാർക്ക് വേണ്ടി, സിസ്റ്റേഴ്സിന് വേണ്ടി, പ്രത്യേകിച്ച് നമ്മൾ ഈ അൽമാരായ ശുശ്രൂഷകർ വചനപ്രഘോഷത്തിന് പോകുന്നുണ്ടല്ലോ, അമ്മയ്ക്കൊരു വലിയൊരു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തീ പിടിച്ചവർ എന്ന് പറഞ്ഞാൽ ഈ ശുശ്രൂഷയിൽ ഞാൻ പറയാണ്ടിരുന്നത് അത് നമുക്ക് നഷ്ടമായി പോകും. അതുകൊണ്ട് ഞാനിത് പറയുന്നത്. കാരണം ശരിക്കും തീ പിടിച്ചത് എൻ്റെ അമ്മയ്ക്കായിരുന്നു. ഈ മധ്യസ്ഥ പ്രാർത്ഥന എപ്പോഴും ഇങ്ങനെ ചെല്ലും. നമ്മൾ പോകുമ്പോൾ അവിടെ ഇരുന്ന് എന്നോട് ചോദിക്കും, 86 വയസ്സുള്ള അമ്മ എന്നോട് ചോദിക്കും, ഏത് സമയത്താണ് നീ സ്റ്റേജിൽ കയറണേന്ന്. ഞാൻ ഇത്രയും കാലം നടന്നിട്ട് ഒരമ്മയും അല്ലെങ്കിൽ ഒരു ആളുകളും ഇങ്ങോട്ട് ചോദിച്ചിട്ടില്ല ഏത് സമയത്താണ് വചനം പറഞ്ഞു. അപ്പോൾ അത്രയും ആത്മീയ ഉൾക്കാഴ്ച അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ അമ്മ ചോദിക്കും. മറ്റൊന്നുമല്ല, വേറെ കാര്യമല്ല, ആരെങ്കിലുമൊക്കെ ഒരു വയസ്സായി അമ്മയെന്ന് കാണാൻ ഓർത്ത് വന്നു കഴിഞ്ഞാലും വന്ന് കണ്ട്
അവരങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഈ നേഴ്സിങ്ങിനും മറ്റൊക്കെ പഠിക്കാനൊക്കെ പോകുമ്പോൾ പ്രായമുള്ളവരുടെ അടുത്തൊക്കെ വരുമല്ലോ. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അമ്മയും വാതിക്ക് പോയി നോക്കി നിൽക്കും. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ എന്നെ കാണുമ്പോൾ ഞാൻ ചോദിക്കും, ഇതെന്നെ അമ്മ കിടക്കണേന് പകരം ഇവിടെ വന്ന് നോക്കിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പറയും, എടാ മോനെ അവർക്ക് വലിയ അപകടം പറ്റാണ്ടിരിക്കാൻ വേണ്ടി ഒരു എത്രയും തെള്ള മാതാവെന്ന് ചെല്ലുക. മാതാവിനോട് ഭയങ്കര ഭക്തിയുള്ള ഒരാളായിരുന്നു എൻ്റെ അമ്മ. അതിൻ്റെ ഒരു പൈതൃകം പകർന്നു കിട്ടിയിട്ടുണ്ട്. ആ പൈതൃകം എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം മനസ്സിൽ ഓർത്തു വരിക. എൻ്റെ അമ്മ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അമ്മ ശനിയാഴ്ച മാംസം കഴിച്ച് കണ്ടിട്ടില്ല. അതിനെക്കുറിച്ച് ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, എന്നെ അമ്മ കഴിക്കില്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും, അത് മാതാവിൻ്റെ സ്തുതിക്കായിട്ട് ഞാൻ ഏറ്റെടുക്കണമെന്ന് പറയും. അപ്പം ഞാൻ എൻ്റെ മനസ്സിലൊരു പ്രേരണ കിട്ടി, എൻ്റെ ഭാര്യയ്ക്കും. എന്നാൽ ഞാനും അമ്മയെ മരിക്കണേന് 2 വർഷങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞു, ഞാനും കഴിക്കുന്നില്ല, ഞാനത് ഏറ്റെടുത്തോളാം. അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും ശനിയാഴ്ച മാംസം കഴിക്കുന്നില്ല. ഇതൊന്നും ഒരു പൊതു തത്വമൊന്നും അല്ലല്ലോ, നിങ്ങൾ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ പേഴ്സണലായിട്ട് ഒരു അനുഭവം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. മാതൃഭക്തിയുടെ ഒരു ഭാഗം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത് എനിക്ക് അതൊന്നും ആത്മീയതയായിട്ട് ബന്ധമുള്ള കാര്യങ്ങളൊന്നും അല്ല. നിങ്ങളുടെ വ്യക്തിപരമായ പേഴ്സണലായിട്ടൊരു കാര്യമാണ് ഞാനും പറഞ്ഞത്. എത്ര മക്കളുണ്ട്? എൻ്റെ മക്കളും എനിക്ക് 3 പേരാണ് ഉള്ളത്. അവർ നല്ല രീതിയിൽ രാവിലെ നന്നായിട്ട് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും എല്ലാ കാര്യങ്ങളും നമ്മളൊരു നല്ല ഒരു ചൈതന്യത്തിൽ ജീവിക്കുന്ന മക്കളാണ്. ഈ രാഷ്ട്രീയത്തിലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുകയായിരുന്നു എന്ന് ചിന്തിക്കാൻ ഇടയായിട്ടുണ്ടോ എപ്പോഴെങ്കിലുമൊക്കെ? അതാണ് നമ്മുടെ ഈ ഇതിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അതിൻ്റെ ആ വേർതിരിപ്പാണ് ഈശോ എന്നെ എപ്പോഴും കാണിച്ചു തരുന്നത്. രാഷ്ട്രീയത്തിലായിരുന്നെങ്കിൽ നമുക്ക് ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ, ആയിരക്കണക്കിന് ആളുകൾ ഷെയറിങ്ങിന് വന്നിട്ടുണ്ട്, ആയിരക്കണക്കിന്. ഇതിനകത്തുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയക്കാർ, വൈദികർ വന്നിട്ടുണ്ട്, രാഷ്ട്രീയക്കാർ വന്നിട്ടുണ്ട്, യുവാക്കൾ വന്നിട്ടുണ്ട്. പലരോടും നമ്മളിന്ന് ആ ശുശ്രൂഷ നടത്തിയപ്പോൾ നമുക്കൊരു ആനന്ദമുണ്ട്. കാരണം അവരിന്ന് ജീവിച്ചിരിക്കുന്നു, പലർക്കും മരിക്കാനായിട്ട് കത്തിക്കുന്നു, പലരൊക്കെ ഉടുപ്പൂരി ഈ പല വൈദികരും ഒക്കെ ആ ഒരു ക്രിട്ടിക്കൽ മോമെൻറ്റിലൊക്കെ ഇരിക്കുന്ന സന്ദർഭത്തിൽ വിഷമങ്ങളൊക്കെ സഹിച്ചിരിക്കുന്ന ആ സമയത്താണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. അപ്പോൾ നമുക്ക് ആത്മാവിൽ അത് കണ്ടെത്തി അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയാൻ ഈശോ കൃപ തന്നിട്ടുണ്ട്. അത് പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ ഹൃദയം ജ്വലിക്കുന്നതും അതിൽ നിന്ന് മാറും. ഒരു രാഷ്ട്രീയക്കാരനത് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നു. അപ്പോൾ എനിക്കൊരു ആനന്ദമായിട്ട് തോന്നിയിട്ടുണ്ട്. ക്ലാസ് എടുക്കുമ്പോൾ, സ്റ്റേജിൽ കയറുമ്പോൾ ഇത് തന്നെ അനുഭവമുണ്ട്. എഴുതുമ്പോൾ, വചനം എഴുതുമ്പോൾ എന്നോടൊരാൾ പറഞ്ഞത് ഞാനിപ്പോഴും എൻ്റെ മനസ്സിൽ ഓർത്തിരിക്കുക. വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഡിവൈൻ വോയിസിൽ എഴുതിയ ഒരു ലേഖനത്തിൽ ഒരു വചനം കൂട്ടിയത് എഴുതിയിരിക്കുന്നത്. അതിൽ സംഭവമുണ്ട്. അതിനകത്ത് എഴുതിയതാണ് വെളിപാട് 3:8 വചനമാണ്. ആർക്കും ഒരിക്കലും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നെടുക്കുന്നൊരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിൻ്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എൻ്റെ വചനം കാത്തു. ഈ വചനം അവിടെ ഈ ഒരു മനുഷ്യൻ വായിച്ചപ്പെടുന്ന ഒരു പാട്ടുകാരനാണ് അദ്ദേഹം, ഡിവൈനിലുള്ള ഒരാളാണ്. അദ്ദേഹം വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് സാക്ഷ്യം പറഞ്ഞു. വായിച്ചു തീർന്ന് ഈ പുസ്തകം, ഈ മാസിക വായിച്ചു തീർന്നപ്പോൾ അദ്ദേഹം അവിടെ താഴെ മുട്ടൂക്കി എന്ന് പറഞ്ഞു. ഭയങ്കരമായി ഹൃദയസ്പർശിയായും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പം ഞാനിപ്പോൾ ബ്രദർ പറഞ്ഞ എൻ്റെ ബാക്കിയായിട്ട് പറയുകയാണെങ്കിൽ എനിക്കൊരു നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. ഇല്ല, ഉറപ്പാണ്. എനിക്ക് വളരെ ഹൃദയാനന്ദമുണ്ട്. ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ദൈവം തന്ന ആ കൃപകൾ ഉപയോഗിച്ചുകൊണ്ട്, വരദാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, കൃപകൾ ഉപയോഗിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. വിഷമിക്കുന്നവർ, പ്രത്യേകിച്ച് ദുഃഖിച്ചിരിക്കുന്നവർ, അവരോടൊക്കെ ഒരു വാക്ക് പറയുമ്പോൾ ദൈവം എന്തൊരു അമാനുഷ്യമായൊരു കാര്യം നൽകിയിട്ടുണ്ട്. അത് മറ്റാർക്കും കൊടുക്കാത്ത രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഈ ശുശ്രൂഷയിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും ജീവിതത്തിൽ കുറേ സ്ട്രഗിൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ വന്നപ്പോൾ എങ്ങനെയാണ് അതിനോടൊക്കെ പ്രതികരിച്ചത്? സ്ട്രഗിളിങ് ഇതിന് പറഞ്ഞിരിക്കുന്നതാണല്ലോ ഈശോ. ശുശ്രൂഷിക്കുമ്പോൾ ഇത് പറഞ്ഞിരിക്കുന്ന. പക്ഷെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു വേർതിരിവ് നമുക്കുണ്ടാവണം. അതായത് കർത്താവ് നമ്മെ രക്ഷിക്കുമെന്നൊരു പ്രത്യാശ വിട്ടുപോകരുത്. ദൈവം നമ്മുടെ കൂടെ ഈശോ കൂടെ ഉണ്ടെന്നുള്ളൊരു. ഞാൻ ഈ കഴിഞ്ഞ വർഷം അടുത്ത ഉള്ളൊരു സംഭവം, ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒന്നര വർഷം മുമ്പാണ് എനിക്കൊരു പനി വന്നു. ആ പനി 45 ദിവസം വരെ പനിച്ചു. വെയിറ്റ് 8 കിലോ കുറഞ്ഞു. ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഞാൻ തളർന്ന്
ഇങ്ങനെ ഇരിക്കുക. ഏതാണ്ട് മരണത്തോടടുത്ത എന്ന് പറയാൻ പറ്റും നമുക്ക്. കാരണം ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പല സ്ഥലങ്ങളിൽ പരിശോധിച്ചിട്ടും ഈ രോഗം എന്താണെന്ന് കണ്ടെത്തിയിട്ടില്ല. പല ആശുപത്രിയും, കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ പോയി, രാജഗിരി പോയി, മെഡിക്കൽ കോളേജിൽ പോയി, കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോയി, ഇതൊക്കെ പോയി. അപ്പം അങ്ങനെയൊക്കെ ഇരുന്ന സമയത്തും ഞാൻ ഈ പെറ്റ് സ്കാൻ എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ഉണ്ട്. പെറ്റ് സ്കാനായിട്ട് ഇങ്ങനെ വലിയൊരു മെഷീനുള്ളിലൊക്കെ കയറ്റിവിടുന്നു. ഇപ്പോൾ ഒരു അരമണിക്കൂർ സമയം എടുക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് വളരെ അവർ പറഞ്ഞിരുന്നു. പക്ഷേ ഏതെല്ലാം ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്, ഒരുപാട് ടെസ്റ്റുകൾ ബാൻമാരെ നടത്തിയിട്ടുണ്ട്. എനിക്ക് അത് വന്നപ്പോൾ ഇതൊക്കെ നടത്തുമ്പോഴും എൻ്റെ വേദന നിറഞ്ഞ അനുഭവങ്ങളിൽ എനിക്ക് എപ്പോഴും കർത്താവ് വചനം തരും. ഞാനത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. 121 സങ്കീർത്തനം ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ, ചില സമയത്ത് വേറെ വചനമായിരിക്കും. പർവ്വതങ്ങളിലേക്ക് ഞാൻ നോക്കും, എനിക്ക് സഹായം എവിടെയെന്ന് വരും, എനിക്ക് സ്വയം കർത്താവിൽ നിന്ന് വരുന്നു. അങ്ങനെ ചൊല്ലി ആ സങ്കീർത്തനം അങ്ങനെ ചൊല്ലിക്കൊണ്ട് എൻ്റെ മനസ്സിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. കഴിയുമ്പോഴത്തേക്കും ഈ ഇങ്ങനെ വചനത്തിലൂടെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വചനം ഒരു പവറാണല്ലോ. അപ്പം എനിക്ക് അത് അനുഭവമായിട്ട് വരും. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് ഞാൻ ഈ ശുശ്രൂഷകൾ മിക്കവാറും, ഒരു പ്രത്യാശ എപ്പോഴും എൻ്റെ ഒന്നും പിരിച്ചു പോയിട്ടില്ല. കോവിഡ് വരെയുള്ളൊരു കാലഘട്ടത്തിൽ ഡിവൈനിലായിരുന്നല്ലോ. അതെ. അതിന് ശേഷം എങ്ങനെയാണ് ശുശ്രൂഷകളൊക്കെ ഇപ്പോൾ എവിടേക്കാണ്? 2018 വരെ ഞാൻ ഡിവൈനിലായിരുന്നു. അത് കഴിഞ്ഞ ശേഷം പിന്നെ കോവിഡ് വന്നു. കോവിഡിൻ്റെ ഇടയ്ക്കൊക്കെ 2018 ഞാൻ ഒരു കാര്യം തീരുമാനമെടുത്തു. കാരണം എന്ന് വെച്ചാൽ പിന്നെ ഡിവൈനിൽ കുറച്ച് ദൂരമൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇത്രയും വർഷങ്ങളൊക്കെ നമ്മൾ ശുശ്രൂഷ ചെയ്തു. അപ്പം അത് കാരണം പിന്നെ പനക്കലച്ചനെ ആ സമയത്ത് അവൻ അവിടെ ഇല്ലായിരുന്നു. അദ്ദേഹം ഗ്രേറ്റ് ബ്രിട്ടനിലൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെയുള്ള ആ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നുകൊണ്ട് പെട്ടെന്ന് അന്നേരം എന്നെ കർത്താവ് ഒരു തോമസ് തലക്കുളം എന്ന് പറഞ്ഞൊരു അച്ഛൻ, നമ്മുടെ കപ്പൂച്ചൻ അച്ഛനാണ്. അച്ഛൻ മൂവാറ്റൂർ ആശ്രമത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നമ്മുടെ ഫലങ്ങാന അസിസിയുടെ ഡയറക്റ്റായിട്ട് നിയോഗിച്ചു. അപ്പം അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛനെ എന്നെ അറിയാമായിരുന്നു. അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട് എന്നാൽ അടുത്താണല്ലോ, പാലായ അടുത്തല്ലേ. അപ്പം ആ ടീമിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അച്ഛനെ സ്വീകരിച്ചു. അവിടെയായിരുന്നു ശുശ്രൂഷ. ഇപ്പോഴും അങ്ങനെ തന്നെ പോകുന്നുണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്, ഇടയ്ക്ക് പോകുന്നുണ്ട്, ശുശ്രൂഷ പങ്കാളിയാവുന്നത്. പിന്നെ കൂടാതെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നൊക്കെ, ധ്യാനകേന്ദ്രങ്ങളിൽ നിന്നൊക്കെ, ജെറുസലേം ധ്യാനമന്ദിരത്തെ വിളിക്കാറുണ്ട്, കാകുൽത്ത ധ്യാനമന്ദിരത്തിലേക്ക് വിളിക്കാറുണ്ട്, പിന്നെ അങ്ങനെ ഇടവകയിലേക്ക് വിളിക്കാറുണ്ട്. വിളി കിട്ടുന്ന അനുസരിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം കേരള കോൺഗ്രസിൽ നിന്നൊരു ക്ഷണം വരികയാണ്. നിങ്ങൾക്കൊരു സംസ്ഥാന കമ്മിറ്റി പദവി തരാം, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയാക്കി ഒരു മത്സരിക്കാനൊരു അവസരം തരാം. ഓ, അതിലും കൂടിയ ഒരു നിലപാട് പറഞ്ഞാലും, ഇപ്പോൾ ഒരു ജനപ്രതിനിധിയുടെ കാര്യമാണ് ബ്രദർ പറഞ്ഞത്. എന്നെ സംബന്ധിച്ച് അതിലും കൂടിയ ഒരു സ്ഥാനം പറഞ്ഞാലും ഞാൻ ആലോചിക്കുക പോലുമില്ല. കാരണം എൻ്റെ ബോധ്യം, എനിക്കെൻ്റെ ദൈവം തന്നിരിക്കുന്ന ബോധ്യമുണ്ട്. ഈ ബോധ്യത്തിൽ നിന്ന് ഞാൻ മാറില്ല. അതായത് നമ്മുടെ ജീവിത അനുഭവം. എൻ്റെ ഈ ഏതാണ്ട് ഒരു 30-35 വർഷത്തോളം ആകുമെന്ന് എനിക്ക് തോന്നുന്നു, റഫായിട്ട് കൂട്ടിയാൽ. ആ അനുഭവത്തിലൊരു ഫീഡ്ബാക്ക് കിടപ്പുണ്ട്, ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ഫീഡ്ബാക്ക് ഉണ്ട്. അത് പച്ചയായ അനുഭവമാണ്. ഒരു കാരണവശാലും അത് മാറ്റിക്കുറിക്കില്ല. അത് പരിശുദ്ധാത്മാവ് നിരന്തരം നയിച്ചതിൻ്റെ പച്ചയായ അനുഭവമാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം പറയാം. ചിലരൊക്കെ ഇങ്ങനെ ആവേശം മൂത്ത് ധ്യാനമൊക്കെ കൂടി ചിലർ ജോലി ഉപേക്ഷിക്കുന്നവരുണ്ട്, ഇതുപോലെ രാഷ്ട്രീയം ഉപേക്ഷിച്ചവരുണ്ട്, ചില വലിയ ബിസിനസ്സുകളൊക്കെ വേണ്ടെന്ന് വെച്ചവരുണ്ട്. അങ്ങനെയൊക്കെ ഇറങ്ങിയവർ ആദ്യത്തെ ആ ഒരു കുറേ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നീട് വളരെ വിഷമിക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അവരോടൊക്കെ, അങ്ങനെയുള്ളവരോട് എന്താ പറയുക? അങ്ങനെയുള്ളവരോട് പറയാനുണ്ട്, ദൈവത്തിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പ് അനുസരിച്ചാണ് നമ്മൾ അത് ഉറപ്പിക്കണം. നമ്മൾ അതൊക്കെ ഒരു ഉറപ്പാണെന്നുള്ള ധാരണയിലാണ്. ധാരണ പോരാ, നമുക്കൊരു വിവേചനം വേണം. നമുക്ക് നിന്ന് കേൾക്കണം, അല്ലെങ്കിൽ കേൾക്കാൻ കഴിവുള്ളവർ, വിശ്വസ്തരായ ആളുകളിൽ നിന്ന് സന്ദേശം സ്വീകരിക്കണം. അതായത് ദൈവത്തിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും അനുസരിച്ച് പോകണമെന്ന് പറഞ്ഞാൽ, ദൈവഹിതം, എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണ്, അത് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്, വേറെ ആളല്ല. അതായത് ബ്രദറെ, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം പറയാം. 10-30 വർഷം മുമ്പൊക്കെ ഈ ധ്യാനമൊക്കെ കൂടി ശുശ്രൂഷ രംഗത്തേക്കൊക്കെ വന്നു. അങ്ങനെയുള്ള ചിലർ ഇന്ന് നിത്യവൃത്തിക്ക് പോലും കഷ്ടപ്പെടുന്ന വളരെ പരിതാപകരമായ അവസ്ഥകൾ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് വാസ്തവത്തിൽ ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. ഇവരെയൊക്കെ ശരിക്കും ദൈവം വിളിച്ചതാണെങ്കിൽ ശുശ്രൂഷയ്ക്ക് ഇങ്ങനെ വഴിയിലിട്ടു പോവോ? ഒരിക്കലുമില്ല.
പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിനകത്ത് അവർ കുറച്ച് ഒന്ന് വിവേചിക്കേണ്ടതായിട്ടുണ്ട്, പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്, എവിടെയാണ് നമുക്ക് പറ്റിയത്, പ്രശ്നങ്ങൾ എവിടെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കണ്ടെത്തേണ്ടതായിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാം. അവർ കണ്ടെത്തണം, അവർ കണ്ടെത്തുകയും പ്രാർത്ഥിക്കുകയും എവിടെയാണ് പാളിച്ച പറ്റിയതെന്ന് കണ്ടെത്തണം. കർത്താവ് ഒരിക്കലും കൈ പിടിച്ചവൻ കൈവിടില്ല, ഇത് ഗ്യാരണ്ടിയാണ്. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവിടുന്ന് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും വർഷത്തെ ഫീഡ്ബാക്കിൽ പറഞ്ഞാൽ അല്ല, നമുക്കറിയാം നമ്മുടെ കർത്താവിന്റെ ഭാഗത്ത് ഒരു അണുവിടയ്ക്ക് ഒരു അവിശ്വസ്തത ഉണ്ടാവില്ല. പക്ഷെ എന്തുകൊണ്ട് ഈ വിളി കേട്ടിട്ടൊക്കെ ഇറങ്ങിയവരുടെ അവസ്ഥ ഇങ്ങനെ? വചനം എനിക്ക് പറയാനുള്ളൂ ഇതിനകത്ത്. സങ്കീർത്തനം 7:10, നിഷ്കളങ്ക ഹൃദയമുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് എൻ്റെ പരിച. അത് ആ വചനം ഒന്ന് വ്യാഖ്യാനിച്ചാൽ മതി, നമുക്കതിൻ്റെ ഉത്തരം കിട്ടും. നിഷ്കളങ്ക ഹൃദയമുള്ളവർ, ഹൃദയ നിഷ്കളങ്കതയുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് എൻ്റെ പരിച. കർത്താവ് നമുക്ക് പരിചയമായിരിക്കും എവിടെയും. ബാക്കി കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കും. ബ്രദറിൻ്റെ ഇത്രയും കാലത്തെ ഈ ശുശ്രൂഷ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി ഇടപെട്ട, അത് ഡയറക്റ്റ് കർത്താവിനല്ലാതെ വേറെ ആർക്കും ഇത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ദൈവം ഇടപെട്ട അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അനുഭവങ്ങൾ പലതും ഉണ്ട്. പക്ഷെ ഞാൻ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുന്ന ഒരു കാര്യം, ഇപ്പം മനസ്സിൽ ഓർത്തു വരുന്ന ഒരു കാര്യം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. തിരുവനന്തപുരത്തിനടുത്ത് പേരുക്കട എന്ന് പറഞ്ഞ പള്ളിയിൽ സെൻറ്റ് ജൂഡ് പള്ളി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഏകദിന ധ്യാനമാണ്. ഒരു 150 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 1.5 മണിക്കൂർ പ്രസംഗവും 1 മണിക്കൂർ ആരാധനയും. അങ്ങനെ ഈ ആരാധനയിലേക്ക് പ്രവേശിച്ചു. ആ സമയത്ത് അവിടെ വന്നിരുന്ന ഒരു സഹോദരി, അത് ആ സഹോദരിയുടെ പേര് അന്നമ്മ എന്നാണ്. ഞാൻ പേര് പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എഴുതി തന്നിട്ടുള്ളത് വചനോത്സവ മാസികയിൽ പ്രസിദ്ധപ്പെടുത്താനായിട്ട്. അപ്പം ഒരു വീഴ്ചയിൽ കൈയുടെ പൊട്ടൽ സംഭവിച്ച് അസ്ഥി അകന്നു പോയിരുന്നു. അത് പല വിദഗ്ധ ഡോക്ടർ നോക്കിയിട്ട് നടക്കുന്നില്ല, നല്ല നീര് കൈക്ക്. സഹോദരിക്ക് വളരെ ദുഃഖവും നിരാശയുണ്ട്. അന്നത്തെ ശുശ്രൂഷയിൽ വന്ന് പുറകിൽ ആരും കാണാതെ സാരി പുതച്ച് ഇരിക്കുകയായിരുന്നു. എൻ്റെ ശുശ്രൂഷ ഇങ്ങനെ ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരാധനയുടെ മധ്യഭാഗമായപ്പോൾ ഈശോ ഒരു സന്ദേശം തന്നു എനിക്ക്, ഒരു ബോധ്യം, ആത്മീയ ബോധ്യം എനിക്ക് തന്നു മനസ്സിൽ. ഞാൻ പേഴ്സണലായിട്ട് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ പീഡാസഹനത്തെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട്. വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. മറ്റൊന്നുമല്ല, ക്രമവും ചുറ്റിയായിട്ടൊന്നും അല്ല അത് പ്രാർത്ഥിക്കുന്നത്. ഈശോയുടെ പീഡാസഹനം വരുമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഉൾക്കാഴ്ചയുണ്ട്, വചനമുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. നമ്മുടെ ഈ വ്യാസക്കര എത്തിക്കുമ്പോൾ ഉൾക്കാഴ്ചയുണ്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ. അപ്പോൾ ഞാൻ പേഴ്സണലായിട്ട് എല്ലിക്കൊണ്ടിരുന്ന പറഞ്ഞു, കർത്താവ് പെട്ടെന്ന് പറഞ്ഞ് അതിവിടെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ഞാനത് ഉപയോഗിച്ചു, പ്രാർത്ഥിച്ചു. ശുശ്രൂഷ കഴിഞ്ഞു, എല്ലാവരും പിരിഞ്ഞു പോയി. രാത്രിയായതുകൊണ്ട് ഒരു വൈകുന്നേരം 7 മണി സമയമായി. എനിക്ക് നാട്ടിലേക്ക് പോകണം. ഞാൻ വേഗം നോക്കുമ്പോഴേക്ക് കുറച്ച് പേര് പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഞാൻ ഓടി ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സഹോദരി അവിടെ നിൽപ്പുണ്ട്, ഈ അന്നമ്മ എന്ന് പറഞ്ഞ സഹോദരി പറഞ്ഞു, ബ്രദർ ആരാധന നടത്തിയത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തീപ്പൊള്ളൽ പോലെ ഒരു അനുഭവം എൻ്റെ ശരീരത്തിലൂടെ കടന്നുപോയി. ഇപ്പം എൻ്റെ കൈ നോക്ക്, നീര് പറ്റിപ്പോയി. തല ചൊറിയാൻ പോലും കൈ പൊക്കാൻ പാടാത്ത ആളായിരുന്നു ഞാൻ. ഇപ്പോൾ നോക്ക്, അവിടെ ഓൺ ദ സ്പോട്ടിൽ അത് അത്ഭുത സൗഖ്യമുണ്ടായി. അപ്പോൾ സഹോദരി അത് എഴുതി തരുകയും ചെയ്തു. അന്നത്തെ കാലത്ത് വചനോത്സവത്തിൽ പുസ്തകപ്പെടുത്തിയ ഒരു കാര്യമാണ്. അങ്ങനെ രോഗശാന്തി ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പല ആളുകളും വിഷമത്തോടുകൂടി പ്രാർത്ഥിക്കാനായിട്ട് വഴിമുട്ടി പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവർക്ക് വഴികൾ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് ദൈവാനുഭവവും മാനസാന്തരവും പോകേണ്ട റൂട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കുടുംബജീവിതത്തിലേക്ക് വീണ്ടും വന്നാൽ മക്കൾ എത്ര പേരുണ്ട്? എനിക്ക് 3 മക്കളാണ് ഉള്ളത്. അവരെന്ത് ചെയ്യുന്നു? മൂത്തവൻ്റെ പേര് നിർമ്മൽ എന്നാണ്, രണ്ടാമത്തവൻ്റെ പേര് ജോയൽ, മൂന്നാമത്തവൻ്റെ പേര് മോസസ്. അതിൽ 2 പേരുടെ പഠിത്തം കഴിഞ്ഞു. മൂന്നാമത്തവനെ ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ, UK പഠിച്ചുകൊണ്ടിരിക്കുന്നു, പഠിത്തം കഴിഞ്ഞു. ഈ കഴിഞ്ഞ മാസം പഠിത്തം കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു, ജോലി അന്വേഷിച്ച് വർക്ക് വിസയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുന്നു. മൂത്തവനിങ്ങനെ ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തു, ജോലി കിട്ടിയായിരുന്നു. അതിനുശേഷം അവൻ്റെ സേഫ്റ്റി മേഖലയിലാണ് പഠിച്ചേക്കണേ പുള്ളി. അവൻ്റെ 1 year എക്സ്പീരിയൻസ് എടുത്തു, അടുത്ത് കയറാനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തിരിക്കുന്നു. മറ്റവൻ്റെ കൃഷിയൊക്കെ ചെയ്തങ്ങനെ അവിടെ എന്നോട് ഒപ്പയുണ്ട്. 3 പേരും നന്നായിട്ട് പറയുമ്പോൾ നന്നായിട്ട് ഈ കാലഘട്ടത്തിലുള്ള പിള്ളേരെക്കാൾ കൂടുതൽ കുറച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും നന്നായിട്ട് ചൈതന്യത്തിൽ പള്ളിയിൽ പോവുകയും ഒക്കെ ചെയ്യുന്നതായിട്ടൊരു എൻ്റെ മോനായതുകൊണ്ടല്ല, പ്രത്യേകിച്ച് പറയുക, നല്ല രീതിയിൽ പോകുന്നുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിച്ചുകൊണ്ട് പോകാൻ, ഈ ശുശ്രൂഷയോടൊപ്പം ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങേക്ക്
എല്ലാ വിധത്തിലും കഴിയുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ദൈവം നടത്തുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം തക്ക സമയത്ത് പരിപാലനയും കരുതലും ഒക്കെ നമുക്കറിയാൻ പറ്റുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ദൈവം എന്നെ ഇതുവരെ കൈവിട്ടിട്ടില്ല. എൻ്റെ മാരകമായ രോഗം വന്നപ്പോഴും എന്നെ ഒരു ആക്സിഡൻറ്റ് പറ്റിൻ്റെ ഇടയ്ക്ക് ഈ കോവിഡിൻ്റെ സമയത്ത് ആ സമയത്തുമൊക്കെ ഞാൻ മരിക്കേണ്ടതായിരുന്നു. 3 പ്രാവശ്യം ഞാൻ മരിക്കേണ്ടതായിരുന്നു. മരണാസന്നമായ സ്ഥലങ്ങളിൽ നിന്ന് അത്ഭുതകരമായിട്ട് കർത്താവ് എന്നെ കൈപിടിച്ചിട്ടുണ്ട്. ഇതിലൂടെ എല്ലാം ദൈവം നമ്മളെ ഓരോ നിമിഷവും എന്നതുപോലെ ഞാൻ അറിയാത്ത വഴികളിലൂടെയാണ് കർത്താവ് കർത്താവ് എന്നെ കൈപിടിക്കുക. ഭാര്യയും ഒക്കെ ഈ ശുശ്രൂഷയുടെ പരിപൂർണ സപ്പോർട്ടാണല്ലേ? തീർച്ചയായിട്ടും എപ്പോഴും അതിനുവേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ച് കുടുംബകാര്യങ്ങൾ നോക്കുകയും മധ്യസ്ഥം പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ ശുശ്രൂഷ കൊണ്ട് മാത്രം കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും നടന്നു പോകുന്നുണ്ടോ ശരിക്കും? അത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ്. എനിക്ക് കൃഷിയുണ്ട്, പിന്നെ ചെറിയ രീതിയിലൊക്കെ പോകുന്നുണ്ട്. പിന്നെ അതാണ്ട് നമ്മുടെ ആവശ്യങ്ങൾ വരുമ്പോൾ, നമുക്കൊരു ആവശ്യം വരുമ്പോൾ ദൈവം അത് അത്ഭുതകരമായിട്ടാണ് ഇടപെടണേ. ആ രീതിയിൽ ദൈവം, നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ ആർഭാടത്തിലേക്ക് അല്ലെങ്കിൽ വലിയ ഒരു നിലയിലേക്ക് ആഗ്രഹിക്കുന്നത്, നമ്മുടെ ആവശ്യം നടക്കും. ദൈവം ആവശ്യം നടത്തി തരുന്നുണ്ട്. ബാലൻസ് ഒന്നും കാണത്തില്ല, ബാലൻസ് ഒന്നുമില്ല. നമ്മുടെ ആവശ്യം നടക്കും, ഇന്നത്തെ കാര്യങ്ങൾ നടക്കും. വാസ്തവത്തിൽ ഈ ശുശ്രൂഷകരൊക്കെ ഈ നമ്മുടെ സമ്പന്നത എന്ന് പറയുന്നതാണ്. ഈശോ പറഞ്ഞത് തന്നെ, നാളത്തേക്ക് കരുതിയൊന്നും വെക്കണ്ട, പക്ഷെ ഇന്നത്തെ കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് നടത്തിയിരിക്കും. അത് ഗ്യാരണ്ടി, അത് കർത്താവിൻ്റെ ഗ്യാരണ്ടി. തീർച്ചയായിട്ടും കർത്താവിൻ്റെ ഗ്യാരണ്ടി. നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ബ്രദറിൻ്റെ ഈ ജീവിതാനുഭവങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചതിന് ഒത്തിരി നന്ദി. പ്രേക്ഷകർക്കുള്ള ഒരു ഉറപ്പ് ബ്രദറിലൂടെ കർത്താവ് തരുന്ന ഇതാണ്: നമ്മുടെ ജീവിതത്തിന് കർത്താവ് ഗ്യാരണ്ടിയാണ്. വേറെ ആരുടെയും ഗ്യാരണ്ടി നമുക്ക് ഉറപ്പല്ല. പക്ഷെ കർത്താവ് നമുക്കൊരു ഉറപ്പ് തരികയാണ്: ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാനാണ് നിൻ്റെ പരിചയം, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യത്തില്ലെന്ന് എബ്രായർ 13:5 കർത്താവ് നമുക്ക് ഉറപ്പ് തന്നിരിക്കുക. അതുകൊണ്ട് പ്രേക്ഷകർ ഈ ഒരു കർത്താവിൻ്റെ ഉറപ്പിൽ ബലപ്പെടുക, നമ്മൾ മുന്നോട്ട് പോവുക. അടുത്ത ആഴ്ചയിൽ ഇതുപോലെ തീപിടിച്ച മറ്റൊരു വ്യക്തിയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ കർത്താവ് തൻ്റെ കൃപയിൽ നമ്മളെല്ലാവരെയും സൂക്ഷിക്കട്ടെ.